ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രൊജക്റ്റിൻ്റെ ടെസ്റ്റ് ആണ്. നമ്മൾ മോസ്റ്റ് പ്രോബ്ലി എല്ലാ ദിവസവും ചെയ്യൽ ടെസ്റ്റ് നെറ്റുകളെല്ലാം തന്നെ ബിറ്റ് കോയിൻ ബേസ്ഡ് ആയിട്ടാണ് വരല്. ഓക്കെ, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബിറ്റ് കോയിൻ ബേസ്ഡ് അല്ല, AI ബേസ്ഡ് ആണ്. ഓക്കെ, ഈ പറയുന്ന AI ഏജന്റുകളെല്ലാം തന്നെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റാസിനെല്ലാം തന്നെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡാറ്റാബേസ് ആണ് ഈ ഫ്രാക്ഷൻ AI എന്ന് പറയുന്ന പ്രൊജക്റ്റ്. ഓക്കെ, ഈ ഫ്രാക്ഷൻ AI ചെയ്യുന്ന എത്ര മാത്രമേ ഉള്ളൂ, ഡാറ്റാസിനെല്ലാം തന്നെ എന്ത് ചെയ്യും, പെർപ്പഞ്ചലായിട്ട് സ്റ്റോർ ചെയ്യുകയും അതിലൂടെ AI ഏജൻസിനെ ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇവരുടെ സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് യൂസ് കേസുകൾ ഉറപ്പായിട്ടുമുള്ള, അതുപോലെ തന്നെ ട്രെൻഡിങ് നാരേറ്റീവിലുള്ള ഒരു പ്രൊജക്റ്റാണ് ഫ്രാക്ഷൻ AI എന്ന് പറയുന്നത്. അപ്പോൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. ജസ്റ്റ് ഒരു ഡാറ്റ സ്റ്റോർ ചെയ്യാന്നുള്ളത് മാത്രമല്ല, പെർപ്പഞ്ചലായിട്ട് അതുപോലെ തന്നെ ക്വാളിറ്റി ഡാറ്റ സ്റ്റോർ ചെയ്തുകൊണ്ട് നല്ല AI ഏജൻസിനെ ബിൽഡ് ചെയ്യുക, ഫ്യൂച്ചറിലേക്ക് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന AI ഏജൻസിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് ഫ്രാക്ഷൻ AI ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ടെസ്റ്റ് നെറ്റിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓൾറെഡി ഇവർക്ക് സീഡ് റൗണ്ടിൽ തന്നെ $6 million ഫണ്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് ഫണ്ടിങ് റൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഫണ്ടിങ്ങും ഈ ഒരു പ്രൊജക്റ്റിന് റേസ് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ടെസ്റ്റ് നെറ്റിൽ പങ്കെടുക്കുക എന്നുള്ള കാര്യം നോക്കാം. ഫ്രാക്ഷൻ AI ടെസ്റ്റ് നെറ്റ് പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. PC യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏത് ബ്രൗസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എക്സ്റ്റൻഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഏത് ബ്രൗസർ യൂസ് ചെയ്യാം, ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ iOSൽ മൈസസ് എന്ന് പറയുന്ന ബ്രൗസർ ഉണ്ട്, അത് തന്നെ ആൻഡ്രോയിഡിലും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ സപ്പോർട്ട് ആവുന്ന ഏത് ബ്രൗസർ യൂസ് ചെയ്യാമെങ്കിൽ മാത്രമേ വർക്ക് ആവുള്ളൂ. ഓക്കെ, PC ചെയ്യുന്നവർക്കാണെങ്കിൽ ഒറ്റ പ്രാവശ്യം എല്ലാ കാര്യങ്ങളും വർക്കാവും. നിങ്ങൾ മൊബൈലിൽ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു 2-3 പ്രാവശ്യം ചിലപ്പോൾ എറേഴ്സും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കാത്ത കാര്യമാണ്, നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് മെറ്റാമാസ്കിൻ്റെ ട്രാൻസാക്ഷൻ പേജിലായിരിക്കും ഉണ്ടാവും. ഒരിക്കലും പോപ്പപ്പ് ആയിട്ട് PC വരുന്ന പോലെ വരില്ല. നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കി സൈൻ കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് വർക്ക് ആവുക. ഈ കഴിഞ്ഞ ദിവസം ലേറഡ്ജ് എന്ന് പറയുന്ന ടെസ്റ്റ് നെറ്റിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണ്, എനിക്ക് ആ കാര്യങ്ങൾ കാണുന്നില്ല, ഇത് കാണുന്നില്ല, മറ്റേത് കാണാൻ പറ്റുന്നില്ല എന്നൊക്കെ. അപ്പോൾ അതെങ്ങനെ കാണാം എന്നുള്ള കാര്യം കൃത്യമായി ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനാണ് നിർബന്ധമായി ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്ത് വെക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനും നെറ്റ്വർക്ക് എറർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ സൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നോക്കുക, റിക്വസ്റ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ടാവും, അത് സൈൻ ചെയ്ത് കൊടുത്താലേ സ്റ്റാർട്ട് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം മറക്കാതിരിക്കുക. ഈ ഒരു പേജിലേക്ക് വരിക, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ കണക്ട് വാലറ്റ് കാണാൻ പറ്റും. എന്തെങ്കിലും ബട്ടൺ നിങ്ങൾക്ക് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ആദ്യം ചെയ്യേണ്ടത് ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ഡെസ്ക്ടോപ്പ് മോഡ് എനേബിൾ ആക്കുക. എന്നിട്ടും കാണുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബ്രൗസറിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുക. അവിടെ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ടാവും. ആക്സസിബിലിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൂം എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ആ സൂമിൽ കയറിയതിന് ശേഷം സൂം 50% ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ കുറച്ചും കൂടെ വ്യൂ നിങ്ങൾക്ക് കിട്ടും. PC പോലത്തെ ഒരു വ്യൂ കിട്ടും. കാണാൻ വലിയ രസം ഉണ്ടാവില്ല, പക്ഷേ എല്ലാ ബട്ടൺസും കാണാൻ പറ്റും. അപ്പോൾ ഈ സൂം 50% ആക്കുക. എന്നിട്ടും കാണുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ സൂം അഡ്ജസ്റ്റ് ചെയ്ത് നോക്കുക, കൃത്യമായിട്ട് എല്ലാ ബട്ടൺസും അപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, അല്ലാതെ PC ഉള്ളവർ മാത്രം ചെയ്യാൻ ഒരിക്കലും പറയില്ല. മൊബൈൽ ഫോണുള്ളവർ നിർബന്ധമായിട്ട് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ പേജിൽ കണക്ട് വാലറ്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റുമ്പോൾ ജസ്റ്റ് കണക്ട് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് ചൂസ് ചെയ്ത് കൊടുക്കുക. മെറ്റാമാസ്കിൻ്റെ ക്രോം എക്സ്റ്റൻഷൻ ആദ്യം ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് കണക്ട് ബട്ടൺ വരും. ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് കണക്ട് കൊടുക്കുക. കണക്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, മൊബൈലിൽ ഇതുപോലെ സൈൻ ബട്ടൺ ഓട്ടോമാറ്റിക്കലി വരണമെന്നില്ല, കൺഫർമേഷൻ വരണമെന്നില്ല. വീണ്ടും മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നോക്കുക, അപ്പോൾ കാണാൻ പറ്റും ഇതുപോലെ. ഓക്കെ, ഇത് കൺഫേം കൊടുക്കുക. പിന്നീട് സൈനോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ മെറ്റാമാസ്കിൽ ഒരു 1 എന്ന് പറയുന്ന നമ്പർ കാണിക്കും. ഓക്കെ, അവിടെ സൈൻ മെസ്സേജ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മെറ്റാമാസ്ക് PCയിൽ ഓട്ടോമാറ്റിക്കലി ഇതുപോലെ ഒരു പോപ്പപ്പ് വരും. മൊബൈലിലാണെങ്കിൽ ഇതുപോലെ ചിലപ്പോൾ വരണമെന്നില്ല, ഇതുപോലെ 1 എന്ന് പറയുന്ന ഒരു നമ്പറാണ് കാണിക്കുക. അത് മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഓപ്പൺ ആക്കിയാലാണ് ഇതുപോലെ വരിക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, സൈൻ കൊടുക്കണം. ഓക്കെ, എങ്കിലേ വർക്കാവും. ഇത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. കഴിഞ്ഞ വീഡിയോയിൽ അറിയാതെ പറയാൻ വിട്ടുപോയതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അത് മനസ്സിലായിട്ടില്ല. ഓക്കെ, ഇതുപോലെ വാലറ്റ് കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ വരിക. ഇവിടെ നമുക്ക് ജോയിൻ സ്പേസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ പറ്റും. ഇത് റാപ്പ് ബാറ്റിലാണ്. വേറെ ഇമെയിൽ അരേന ഉണ്ട്, ജോബ് ലിസ്റ്റിംഗ് വാസ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ട്. ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല, കമ്മിങ് സൂൺ ആണ്. ഇത് വന്നതിന് ശേഷം എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ കൃത്യമായിട്ട് ഒന്നെങ്കിൽ വീഡിയോ ചെയ്യാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ പറയാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്ത് വെക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ജോയിൻ സ്പേസ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടതാണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രൊജക്റ്റ് ഫ്രാക്ഷൻ AI എന്ന് പറയുന്ന പ്രൊജക്റ്റ് എന്താണ്, AI ഏജന്റുകളെ ട്രെയിൻ ചെയ്യാനുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റാബേസ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യണം. നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടല്ല, അവിടെ ക്രിയേറ്റ് ആൻ ഏജന്റ് എന്ന് പറയുന്ന ബട്ടൺ കാണാം. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെയിം എന്നുള്ളിടത്ത് എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം, ഒരു രീതിയിലുള്ള പ്രശ്നമില്ല. ഓക്കെ, അതിനുശേഷം സ്റ്റാർട്ടിംഗ് ബാലൻസ് കാണാൻ പറ്റും, 0.01 ഇതേറിയമാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് എന്താണ്, നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇതേറിയം കയ്യിൽ വേണം. എൻ്റെ കയ്യിൽ നോക്കുക, ഒരു ഇതേറിയം ഉണ്ട്, പക്ഷേ ഇത് ഒറിജിനൽ ഇതേറിയമാണോ, അല്ല. ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുന്ന സെഫോലിയ ഇതേറിയമാണ്. ഓക്കെ, അപ്പോൾ ഈ സെഫോലിയ ഇതേറിയം എവിടെ നിന്ന് കിട്ടും, അതിനുള്ള എല്ലാ ലിങ്കുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സെഫോലിയ ഇതേറിയം കിട്ടുന്ന എല്ലാ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോവുക, എടുക്കുക. ഓക്കെ, വീഡിയോ കാണാതെ പെട്ടെന്ന് തന്നെ സ്കിപ്പ് ചെയ്ത് പോകുന്നവർക്കാണ് ഇതൊന്നും മനസ്സിലാവാത്തത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു സൈറ്റ് നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് വർക്കാവുന്ന സൈറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിളിൻ്റെ ക്ലൗഡാണ്. ഓക്കെ, ഞാനിപ്പോൾ എടുത്ത് കാണിച്ചു തരാം.
ഇതാണ് ഗൂഗിൾ ക്ലൗഡ് വെബ്3 എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഇവിടെ നമുക്ക് ഇതേറിയം സെഫോലിയ ഫ്രീ ആയിട്ട് കിട്ടും. ഒറിജിനൽ ഇതേറിയം അല്ല, ഫ്രീ ഇതേറിയമാണ്, ക്യാഷ് വേണ്ട. ഓക്കെ, 0.05 ഇതേറിയം നമുക്ക് ഫ്രീ ആയിട്ട് ഇവിടുന്ന് കിട്ടും. ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ ദിവസവും വന്നതുപോലെ ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പേജിന്റെ ലിങ്കും ഇതുപോലെ കിട്ടുന്ന എല്ലാ സൈറ്റുകളുടെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് ഈ ഒരു സൈറ്റിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ മെറ്റാമാസ്കിന്റെ അഡ്രസ് ജസ്റ്റ് കോപ്പി ചെയ്യണം. മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ഗോട്ടിട്ട് കൊടുക്കുക. ഇവിടെ നമുക്ക് അഡ്രസ് കാണാൻ പറ്റും. ഈ ഒരു അഡ്രസ് എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പി ആവും. ഓക്കെ, കോപ്പി ചെയ്തതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ നെറ്റ്വർക്ക് സെഫോലിയ ആണെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, ഇവിടെ സെഫോലിയ കാണാൻ പറ്റും. ഈ ഷോ ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് ഓണാക്കി കഴിഞ്ഞാൽ ഇവിടെ സെഫോലിയ കാണാം. ഓക്കെ, സെഫോലിയയിലേക്ക് ഇട്ടതിന് ശേഷം ഈ ഒരു അഡ്രസ് കോപ്പി ചെയ്യുക, ഇവിടെ എന്ത് ചെയ്യുക, ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റിസീവ് 0.05 സെഫോലിയ ഈദ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു സെഫോലിയ ഇതുവരെ നമ്മുടെ വാലറ്റിലേക്ക് സെൻഡ് ആവും. ഓക്കെ, ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ വാലറ്റിലേക്ക് എത്തുക. അപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ സെഫോലിയ ഇതുവരെയും ബാലൻസ് ആയിട്ട് കാണാൻ പറ്റും. ഇവിടെ കാണാൻ പറ്റും എനിക്കിപ്പോൾ കുറച്ച് ഇതുവരെയും കൂടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. ആൽക്കെമി ഉണ്ട്, അതുപോലെ ഒരുപാട് സൈറ്റുകളുണ്ട്. പോഫോസെറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ആൽക്കെമി ഉണ്ട്. ഇത് നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ഇതുപോലെ സെഫോലിയ ഇതുവരെയും കിട്ടും. ഓക്കെ, ഇത് സെല് ചെയ്യാനോ ക്യാഷ് എടുക്കാനോ ഒന്നും പറ്റില്ല, ടെസ്റ്റ് നെറ്റ് ചെയ്യാൻ മാത്രമുള്ള ടോക്കണാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ സൈറ്റുകളുടെ ലിങ്ക് എല്ലാം താഴെ ഉണ്ട്, അവിടെ നിന്ന് പോവുക, എടുക്കുക. ഓക്കെ, സിസ്റ്റം പ്രോംപ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ജനറേറ്റ് വിത്ത് AI എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത്രമാത്രം ചെയ്താൽ മതി. നമ്മൾ പ്രോംപ്റ്റോ കാര്യങ്ങളോ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജനറേറ്റ് വിത്ത് AI കൊടുത്തു കഴിഞ്ഞാൽ AI തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്ത് ഇവിടെ വരും. ഓക്കെ, അതിനുശേഷം റാപ്പ് ബാറ്റിൽ മാത്രമാണ് നമുക്ക് നിലവിൽ എനേബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ ക്യാപ്ച വെരിഫിക്കേഷൻ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് നമ്പേഴ്സും ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് എന്ത് ചെയ്യുക, മറ്റേ ഐ ആം നോട്ട് എ റോബോട്ട് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ക്യാപ്ച എൻ്റർ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ക്യാപ്ച എൻ്റർ ചെയ്യുന്ന കൊടുത്തായിരിക്കും പലർക്കും തെറ്റുവരുത്തുക. കാരണം എന്താണ്, എസ് സ്മോൾ ലെറ്റർ ആണ്, അങ്ങനത്തെ ബിഗ് ലെറ്റർ സ്മോൾ ലെറ്റർ എല്ലാം തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ഏജന്റ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, നമ്മളുടെ AI ഏജന്റ് ഇവിടെ ക്രിയേറ്റ് ആവുന്നുണ്ട്. ഡെമോ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യം ക്രിയേറ്റ് ആകുമ്പോൾ എന്താവും, വീണ്ടും മെറ്റാമാസ്കിൽ കൺഫർമേഷൻ വരും. നിങ്ങൾക്ക് ഇതുപോലെ പോപ്പപ്പ് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ, വീണ്ടും ഞാൻ ഇത് പറയില്ല, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കണം, 0.01 സെഫോലിയ ഇതേറിയം ഈ ഒരു AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമാണ്. അപ്പോൾ സെഫോലിയ ഇതേറിയം ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഫോസറ്റിൽ പോയി ക്ലെയിം ചെയ്തിരിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രം കൺഫേം കൊടുക്കുക. അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാസ് ഫീയും വരും, അതും സെഫോലിയ ഇതേറിയം തന്നെയാണ്. 0.0016 സെഫോലിയ ഇതാണ് വരുന്നത്. ഓക്കെ, $5 കാണിക്കുന്നത് നോക്കേണ്ട, എല്ലാം ഡെമോ എമൗണ്ട് ആണ്, ഒറിജിനൽ എമൗണ്ട് അല്ല. ഓക്കെ, ടെസ്റ്റ് നെറ്റ് മാത്രമാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, കൺഫേം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ കൺഫേം ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും എറേഴ്സ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും ട്രൈ ചെയ്യുക. എന്നിട്ടും വർക്ക് ആവുന്നില്ലെങ്കിൽ 5-10 മിനിറ്റ് കഴിഞ്ഞ് ട്രൈ ചെയ്യുക. ഓക്കെ, ടെസ്റ്റ് നെറ്റ് ആണ്, ഉറപ്പായിട്ടും എറേഴ്സ് ഉണ്ടാവും. ആ ഒരു കാര്യം ആരും മറക്കരുത്. എറേഴ്സ് ഉണ്ട് എന്ന് വിചാരിച്ച് തന്നെ ടെസ്റ്റ് നെറ്റിലേക്ക് കയറാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ AI ഏജന്റിന്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് വരാൻ പറ്റും. ഇവിടെ നമുക്ക് സെലക്ട് ഏജന്റ് എന്ന് പറയുന്ന ബട്ടൺ ഉണ്ട്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത AI ഏജന്റ് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, നമുക്കിവിടെ പ്രാക്ടീസ് ഉണ്ട്. ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഈ ഒരു 0.01 ഈത് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇതേറിയം വാല്യൂ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് നമുക്ക് കിട്ടും. അതിനുവേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ 0.01 ഇതേറിയം എവിടെ വേണം, നിങ്ങളുടെ വാലറ്റിൽ ബാലൻസ് വേണം. ആ ഒരു കാര്യം മറക്കരുത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ഡെയിലി പോയിട്ട് ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്തെടുക്കുക. ഓക്കെ, ഒരുപാട് സൈറ്റുകൾ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാത്തുനിന്നും കിട്ടും, എല്ലാത്തുനിന്നും എടുക്കുക. ഓക്കെ, എടുത്തു കഴിഞ്ഞാൽ ശേഷം ഇതുപോലെ 0.01 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഓക്കെ, കൺഫേം ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ലോഡിംഗ് സെഷൻ എന്ന് കാണിക്കുന്നുണ്ട്, മാച്ച് മേക്കിംഗ് കാണിക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഇവിടെ എറേഴ്സ് വരാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡെസ്ക്ടോപ്പ് മോഡ് കാര്യങ്ങളൊക്കെ എനേബിൾ ആക്കുക, എന്നിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം കാണാൻ പറ്റും ഇവിടെ ബാറ്റിൽ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി 3 റൗണ്ടുകളും കംപ്ലീറ്റ് ആക്കിക്കോളും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഇവിടെ ചെയ്യുന്ന എന്താണ്, നമ്മൾ കൊടുത്ത പ്രോംപ്റ്റ് വഴി ഇത്ര ആൾക്കാരോട്, ഇതെല്ലാം ഓൺലൈൻ പ്ലേയേഴ്സ് ആണ്. ഓക്കെ, ഇവരോടെല്ലാം തന്നെ ഇവരുടെ പ്രോംപ്റ്റുകളോട് മത്സരിക്കുകയാണ്. ഏത് പ്രോംപ്റ്റാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ള കാര്യം ഈ ഒരു സിസ്റ്റം അനലൈസ് ചെയ്യുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഡാറ്റ സ്റ്റോറേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ക്വാളിറ്റി ഡാറ്റ എന്നൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഫ്രാക്ഷൻ AI യൂസ് ചെയ്യുന്നത് എന്തിനാണ്, ക്വാളിറ്റി ഡാറ്റ AI ഏജൻസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാനാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന എന്താണ്, നമ്മൾ യൂസേഴ്സ് എല്ലാവരും വന്നുകൊണ്ട് ഓരോ പ്രോംപ്റ്റ് കൊടുക്കുകയാണ്. അത് AI ജനറേറ്റഡ് ആയിക്കോട്ടെ, നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കുന്ന പ്രോംപ്റ്റ് ആയിക്കോട്ടെ, ഈ പ്രോംപ്റ്റുകളെല്ലാം ഇവരുടെ സിസ്റ്റം അനലൈസ് ചെയ്യുകയും അതിൽ ഏറ്റവും ബെസ്റ്റ് പ്രോംപ്റ്റ് ഏതാണെന്ന് ഈ ഒരു AI ഏജന്റിനെ ട്രെയിൻ ചെയ്യുന്ന പോലെയുമാണ് ഈ ഒരു ടെസ്റ്റ് നെറ്റ് വർക്ക് ആവുന്നത്. കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഇതുപോലെ റാങ്കിങ് കാണാൻ പറ്റും. ഇതെല്ലാം ഓൺലൈനിലുള്ള യൂസേഴ്സ് ആണ്. ഓക്കെ, നമ്മളെപ്പോലെ ഉള്ള തന്നെ യൂസേഴ്സ് ആണ്, ബോട്ടോ കാര്യങ്ങളൊന്നുമല്ല, ഓൺലൈൻ പ്ലേയേഴ്സ് ആണ്. ഓക്കെ, അവർ ഇതുപോലെ പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് അവരും ഫീ ഒക്കെ പേ ചെയ്ത്, ഇതുപോലെ സെഫോലി ഇതരം പേ ചെയ്തുകൊണ്ട് അവരും ഈ ഒരു ടാസ്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും റൗണ്ട് 3 കഴിഞ്ഞപ്പോൾ എനിക്കിവിടെ സെക്കൻഡ് പ്ലേസ് ആണ് കിട്ടിയിട്ടുള്ളത്. 69 പോയിന്റ് സെക്കൻഡ് പ്ലേസ് ആണ് കിട്ടിയിട്ടുള്ളത്. റിസൾട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ സെഷൻസ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ സെഷൻ കാണാൻ പറ്റും. യുവർ സെഷനിലേക്ക് വന്ന് നമുക്ക് കാണാൻ പറ്റും
പറ്റും ഇവിടെ സ്റ്റാറ്റസിൽ ഡിസ്ട്രിബ്യൂട്ടിംഗ് റിവാർഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് ആണ് നിലവിലുള്ളത്. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്തതിന് റിവാർഡ് കിട്ടണം. ഒരു സമയത്ത് ലോഡിനനുസരിച്ചാണ് നമുക്ക് റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ആവുക. ഓക്കെ, അതിനുശേഷം ഡാഷ്ബോർഡിലേക്ക് വന്നാൽ നമുക്ക് ഈ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കാണാൻ പറ്റും ഫ്രാക്ടൽ പോയിന്റ് ആയിട്ട് നമുക്ക് കിട്ടും ടോട്ടൽ ഏണിംഗ്സിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ ഫ്രണ്ട്സിനെ റെഫർ ചെയ്തുകൊണ്ട് ഫ്രാക്ടൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ റെഫർ ചെയ്യേണ്ടവർക്ക് റെഫർ ചെയ്യാം, അതുപോലെ തന്നെ ഈ ഒരു പോയിന്റ് ഏൺ ചെയ്യേണ്ടവർക്ക് പോയിന്റ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫ്രാക്ടൽ പോയിന്റ്സ് ആണ് നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ഫ്രാക്ടൽ പോയിന്റ്സ് ആണ് നമുക്ക് ഏൺ ചെയ്യേണ്ടത്. അത് ഏൺ ചെയ്യാൻ എന്ത് ചെയ്യണം, വീണ്ടും ഈ സ്പേസസ് എന്ന് പറയുന്ന സെഗ്മെന്റിലേക്ക് വരിക. അതിനുശേഷം ജോയിൻ സ്പേസ് വീണ്ടും ക്ലിക്ക് ചെയ്യുക. നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ സെലക്ട് ഏജന്റിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത സെയിം ഏജന്റിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം പുതിയ ഏജന്റിന്റെ ആവശ്യമില്ല, ഈ ഒരു സെയിം ഏജന്റിനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നേരത്തെ പോലെ തന്നെ ഈ ഒരു ഇതേറിയം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ ഈ ഒരു 0.01 ക്ലിക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റും ഇൻസഫിഷ്യന്റ് ബാലൻസ് എന്ന് കാണിക്കുന്നുണ്ട്. യു നീഡ് ടു ആഡ് സംതിങ്. ഇത്രയും ഇതേറിയം നമ്മൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, നമ്മൾ ഈ ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ആകെ 0.01 ഇതേറിയം മാത്രമേ ഇങ്ങോട്ടേക്ക് ഈ ഏജന്റിലേക്ക് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ. നമ്മളുടെ വാലറ്റിൽ അത്യാവശ്യം ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ 0.01 ഇതേറിയം മാത്രമേ നമ്മൾ ഈ ഒരു ഏജന്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വീണ്ടും ബാലൻസ് ആഡ് ചെയ്യണം. ഓക്കെ, ആഡ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്, നേരെ തൊട്ട് താഴെ വന്നാൽ കാണാൻ പറ്റും ആഡ് ഇതേറിയം ETH ബാലൻസ് എന്ന് പറയുന്ന ബട്ടൺ കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് എത്ര ഇതേറിയം ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്യണം എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു ഇതേറിയം ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ബാലൻസ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ പെൻഡിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ മെറ്റാമാസ്കിൽ എന്ത് ചെയ്യും, കൺഫർമേഷൻ വരും. പക്ഷേ ഇതുപോലെ ഒന്നൊക്കെ ആഡ് ആക്കണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു ഇതേറിയം ബാലൻസ് വേണം കേട്ടോ. മെറ്റാമാസ്കിൽ എൻ്റെ കയ്യിൽ ഒരു ഇതേറിയം ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ഇതേറിയം മാത്രം പോരാ, നിങ്ങൾ ഗ്യാസ് ഫീക്ക് വേണ്ടി കുറച്ച് ഇതേറിയം നിങ്ങളുടെ മെറ്റാമാസ്കിൽ ബാലൻസ് വെക്കണം. നിങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാനുള്ള ഗ്യാസ് ഫീ ബാക്കി വെച്ചാൽ മാത്രമാണ് ആ ഒരു ഇതേറിയം ഇങ്ങോട്ടേക്ക് ആവുക. അല്ലാതെ നിങ്ങളുടെ എല്ലാം മുഴുവൻ ഇതേറിയം അതുപോലെ നോക്കി ഇങ്ങോട്ടേക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആവില്ല. ഓക്കെ, എററാവും. കാരണം എന്താണ്, ട്രാൻസാക്ഷൻ നടത്താനുള്ള ആ ഒരു ഇതേറിയത്തിൻ്റെ ബാലൻസ് നിങ്ങളവിടെ വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ മെറ്റാമാസ്കിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് എടുത്തു കഴിഞ്ഞിട്ടും കുറച്ച് ഇതുപോലെ ബാലൻസ് വേണം. ഓക്കെ, എൻ്റെ കയ്യിൽ ഇപ്പോൾ വലിയ ഇതേറിയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ആരും മറക്കാതിരിക്കുക. എല്ലാ ദിവസവും പോവുക, ഫോസറ്റിൽ നിന്ന് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഫീ ആഡ് ആക്കിയതിനു ശേഷം വീണ്ടും കൺഫേം സെലക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, നമുക്ക് കാണാൻ പറ്റും ഏജന്റ് ഈസ് ഇൻ കൂൾ ഡൗൺ പീരീഡ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ നേരത്തെ ചെയ്ത പോലെ ഒരു ബാറ്റിൽ കളിച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ 3 റൗണ്ട് നമ്മൾ കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം, ഒരു 15 മുതൽ 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്താലായിരിക്കും അടുത്ത റൗണ്ട് നമുക്ക് കളിക്കാൻ പറ്റുക. കൂൾ ഡൗൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ തന്നെ വീണ്ടും ചെയ്യാൻ പറ്റില്ല എന്ന കാര്യം മനസ്സിലാക്കുക. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ റിവാർഡ് കിട്ടിയോ നോക്കാം. സെഷൻസിലേക്ക് പോവുക. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കാര്യം കൂടെ ചെയ്യാനുണ്ട്. അവസാനമായിട്ട് ഫ്രാക്ഷൻ AIൻ്റെ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ പേജിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പേജിലേക്ക് വന്നതിന് ശേഷം നിങ്ങളുടെ മെയിൽ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഫ്യൂച്ചറിലേക്ക് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ വരുന്ന ടെസ്റ്റ് നെറ്റിൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മെയിൽ ID ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മെയിൽ ID അവരുടെ വെയിറ്റ് ലിസ്റ്റിന് വേണ്ടി ആപ്ലിക്കേഷൻ ആവുകയും ചെയ്യും. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ പോയിന്റ് അപ്ഡേറ്റ് ആവാനും ഈ ഒരു സെഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സെഷനിൽ ഈ ഒരു റിവാർഡ് ഡിസ്ട്രിബ്യൂട്ട് ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞാലും അത്യാവശ്യം സമയം എടുക്കും. ഓക്കെ, എനിക്കിവിടെ കാണാൻ പറ്റും കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്, എന്നിട്ട് ഡാഷ്ബോർഡിലേക്ക് എത്തിയിട്ടില്ല. ഓക്കെ, ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം വന്നോ ഇല്ലേ എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ സ്റ്റിൽ എൻ്റെ ഫ്രാക്ടൽ പോയിന്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ എല്ലാത്തിനും സമയം എടുക്കും. ചിലപ്പോൾ 1-2 മണിക്കൂർ കഴിഞ്ഞേക്കും. ടെസ്റ്റ് നെറ്റാണ്, ആ ഒരു കാര്യം ആരും മറക്കാതിരിക്കുക. പോയിന്റും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ആവാൻ അത്യാവശ്യം നല്ല സമയം എടുക്കും. എൻ്റെ ഇപ്പോൾ സെഷനിലേക്ക് വന്നാൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, എന്നിട്ട് പോലും വന്നിട്ടില്ല. അപ്പോൾ അത്യാവശ്യം സമയം എടുക്കുമെന്ന കാര്യം മനസ്സിലാക്കുക. പിന്നീട് നിങ്ങൾക്ക് ഡാഷ്ബോർഡിലേക്ക് വന്നതിന് ശേഷം മൈ ഏജൻസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പോലെ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ ഓട്ടോമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഇതേറിയം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. എമൗണ്ട് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം. ഞാനിപ്പോൾ 0.05 കൊടുക്കുകയാണ്. ഓക്കെ, 0.05 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ 0.05ൻ്റെ 5 പ്രാവശ്യം റൺ ആയിക്കോളും. ഗ്യാസ് ഫീ കട്ടാകുമ്പോൾ ചിലപ്പോൾ 4 പ്രാവശ്യം ആവലുണ്ടാവുള്ളൂ. അതുകൊണ്ട് എനിക്ക് 0.055 കൊടുക്കണം. ഓക്കെ, ഗ്യാസ് ഫീ അടക്കം. അപ്പോൾ ഇത്രയും നമ്മുടെ കയ്യിൽ ബാലൻസ് വേണം. ബാലൻസ് നേരത്തെ കാണിച്ച പോലെ ആഡ് ആക്കണം. ആഡ് ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത്ര എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ 0.01 എന്ന് പറയുന്നത് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മാക്സ് ഗെയിംസ് ഒന്നും ചെയ്യേണ്ട, 5 വെക്കുക. അതിനുശേഷം ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എനേബിൾ ഓട്ടോമേഷൻ കൊടുക്കുകയാണ്. ഇവിടെ കാണാൻ പറ്റും ഓട്ടോമേഷൻ മാച്ച് മേക്കിംഗ് എനേബിൾഡ് സക്സസ്ഫുള്ളി എന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എൻ്റെ കൂൾ ഡൗൺ കഴിയുമ്പോൾ എന്താവും, സ്റ്റാർട്ടാവും എന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ടെസ്റ്റ് നെറ്റ് ആയതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് സ്റ്റാർട്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ എന്താവും, എറർ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും വന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2, 3, 4, 5, 6 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ റൗണ്ടുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ ആഡ് ചെയ്ത് കൊടുത്താൽ 0.055 ഇതേറിയം കഴിയുന്നത് വരെ എന്താവും, 0.01 ഇതേറിയത്തിൻ്റെ റൗണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടേ ഇരുന്നോളും. ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാറ്റിൽ കളിച്ചോളും, ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവുകയും ചെയ്തോളും. ഓക്കെ, അതിനനുസരിച്ച് ലെവൽ നിങ്ങൾക്ക് കയറുന്ന കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യും, കൂൾ ഡൗൺ കഴിയുന്നവരെ സ്റ്റാർട്ട് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എനേബിൾ ആക്കി ഇടാം. വർക്കാവുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 100% വർക്കാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല.
നിലവിൽ ഇത് വർക്ക് ആവുന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ മിസ്സാക്കാൻ പാടില്ലാത്ത എയർ ഡ്രോപ്പാണ്. ഇതേറിയം കുറച്ചുള്ളവർ എന്ത് ചെയ്യുക, കുറച്ച് വെച്ച് ചെയ്യുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ വലിയ ഇതേറിയം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ ഇതേറിയം ഉണ്ടെങ്കിൽ കുറേ ചെയ്യാൻ പറ്റും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്ര മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പോലെ തന്നെ ലൈക്ക്, ഷെയർ, സബ് കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ള ചെയ്യുക. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സീ യു സൂൺ. ബൈ.